സോ റീസെൻ്റ്ലി എൻ്റെ ട്രേഡിംഗ് സിസ്റ്റത്തിനകത്തോട്ട് ഞാൻ അഡാപ്റ്റ് ചെയ്തൊരു കാര്യമാണ്, ഒരു ട്രേഡ് എടുക്കുന്നിടം വരെ അത് അനാലൈസ് ചെയ്യാനും അതിൻ്റെ ബയസ് കണ്ടുപിടിക്കാനും ഒക്കെ ഓക്കെയാണ്. പക്ഷേ ഒരു ട്രേഡ് കയറിയതിന് ശേഷം അത്രയും കോൺഫിഡൻ്റ് ആയിട്ടായിരിക്കണം ആ ട്രേഡ് കയറുന്നത്. ആ ട്രേഡ് കയറിയതിന് ശേഷം അതിനെപ്പറ്റി കൺസേൺ ചെയ്ത് വറി ചെയ്ത് പാനിക്കായിട്ടൊന്നും കാര്യമില്ല. അത് ഡിപ്പ് എടുക്കുന്നുണ്ടോ, അത് കയറി പോകുന്നുണ്ടോ എന്നൊന്നും നോക്കിയിട്ട് കാര്യമില്ല. സോ എയ്തർ ഇറ്റ് ഷുഡ് ഹിറ്റ് മൈ ടാർഗറ്റ്, അല്ലെങ്കിൽ SL അടിക്കണം, അല്ലെങ്കിൽ ഒരു സർട്ടൻ ഹൈ അല്ലെങ്കിൽ ലോ ഇമ്പോർട്ടൻറ്റ് ഹൈ ആണെന്ന് തോന്നുന്നിടത്ത് നിന്ന് എനിക്ക് ബ്രേക്ക് ഈവൻ ആകാൻ പറ്റണം. ഈ 3 കാര്യം മാത്രമേ അതിനകത്ത് പോസിബിൾ ഉള്ളൂ എന്നുള്ളൊരു കാര്യം ഞാൻ അഡാപ്റ്റ് ചെയ്തു. അതെനിക്കൊന്ന് വർക്കൗട്ട് ആകുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം റീസെൻ്റ്ലി വൺ ഓഫ് മൈ ട്രേഡ്സ്, ഞാൻ എടുത്തൊരു ട്രേഡിനകത്തുനിന്ന് പാനിക്കായിട്ട് ഞാൻ അതിനകത്ത് ഇറങ്ങിയതിന് ശേഷം അതെൻ്റെ ഡയറക്ഷനിലേക്ക് പോയി. ഞാൻ ആദ്യം തന്നെ ആ ട്രേഡ് എടുക്കുന്നതിനുള്ള റീസൺ എനിക്ക് കോൺഫിഡൻ്റ് ഉണ്ടായിരുന്നു, ആ ഡയറക്ഷനിലേക്ക് പോകുന്ന കോൺഫിഡൻ്റ് ഉണ്ടായിട്ട് കയറിയ ട്രേഡാണ്. പക്ഷേ അതൊരു 2-3 ഡിപ്പ് എടുത്തപ്പോഴത്തേനും എനിക്ക് പാനിക്കായി, എന്നിട്ട് ഞാൻ അതിൽ നിന്ന് ഇറങ്ങി. സോ ഐ തോട്ട് അങ്ങനെയൊരു ഞാനത് ഡിസൈഡ് ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ ബയസ് ക്ലിയർ ആക്കിയിട്ട് കയറിയ ഒരു ട്രേഡിനകത്തുനിന്ന് ഞാൻ ഇറങ്ങേണ്ട ആവശ്യമില്ല. എൻ്റെ അത് SL അടിക്കുന്നുണ്ടെങ്കിൽ മേ ബി അത് മാനിപ്പുലേറ്റ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ ബയസ് തെറ്റിയതായിരിക്കാം. അത് അംഗീകരിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഐ തിങ്ക് ദിസ് പ്രോസസ് വുഡ് ഗോ ഈസിയർ. അതുകൊണ്ട് ഞാനത് യൂസ് ചെയ്തിട്ടുണ്ട്. ഇഫ് യു വോണ്ട് ടു ട്രൈ ഇറ്റ് ഔട്ട്, യു ഗൈസ് ഓൾസോ ട്രൈ ഇറ്റ് ഔട്ട്. അപ്പം ആ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റും, കൂടുതൽ പാനിക് ആവില്ല. 2 അലാറം സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഒന്ന് SLൻ്റെ അവിടെ, ഒന്ന് ഏതെങ്കിലും ഇമ്പോർട്ടൻറ്റ് ഹൈഡ് അവിടെ, പിന്നെ ഉള്ളത് ടാർഗറ്റിൻ്റെ അവിടെ. സോ അത് ഹിറ്റ് ചെയ്യുമ്പോൾ മാത്രം ചാർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ് ഹെൽപ്സ് എ ലോട്ട്. സോ ട്രൈ ഇറ്റ് ഔട്ട്. ബൈ.